അങ്ങനെ 20s എൻ്റെ ഈ ബർത്ത്ഡേയോടെ തീരും. പിന്നെ ഞാൻ 30siലോട്ട് പോകും. അതുകൊണ്ട് എനിക്ക് സങ്കടമാണ്, സന്തോഷമാകും. എന്താ ഇതുവരെ ഞാൻ കിളവാന്ന് വിളിച്ചോണ്ടിരുന്ന, ഇനിയിപ്പോൾ എന്നെ തൊട്ട് തിരിച്ച് കിളവീന്ന് വിളിച്ചാലോ? Hey guys, welcome back with yet another episode. Yes, it's Anju. അപ്പോഴേ നിങ്ങൾ കേട്ട് കാണും ഞാൻ 30കളെ ചൊറിഞ്ഞുകൊണ്ട് പോകുന്നത്. സത്യത്തിൽ എൻ്റെ 20siലെ അവസാനത്തെ ബർത്ത്ഡേ ആണ്. ഞാനും അറിയുന്നില്ലല്ലോ അവസാനം ഞാനും ആ ഒരു സ്റ്റേജിലെത്തും. എന്തായാലും പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന്. പക്ഷെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത് സത്യത്തിൽ അവർക്ക് സങ്കടം കാരണമാണ് അവരങ്ങനെ പറയുന്നത്. പാപ്പി ഇങ്ങനെ ചിരിക്കുന്നു. പാപ്പി ചിരിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചത്? പാപ്പി എങ്ങനെ അങ്ങനെ ഞങ്ങൾ കേക്ക് കളക്ട് ചെയ്ത് തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പോഴാണ് ലിയാം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കള്ളച്ചിരി ചിരിക്കേ, ഞാനത് കേൾപ്പിച്ചു തരാം എങ്ങനെയാണ് ചിരിക്കുന്നതെന്ന്. നമ്മൾ ലിയാമിനോട് ചിരിക്ക് എങ്ങനെയാ ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മാത്രമേ അവൻ അങ്ങനെ ചിരിക്കാറുള്ളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് അബു. ഇന്നലെ തൊട്ട് ചിരിയവൻ. മമ്മി, അമ്മു, ഇച്ച. ഞങ്ങള് പള്ളി പോയിട്ട് വരാം. Happy birthday to you. Happy birthday to you. Happy birthday dear Anju. Happy birthday Anju mami. ഈ മ്യൂസിക് ഞാൻ എന്താ ആഡ് ചെയ്തെന്നറിയോ? ഇത് എപ്പം ഞാൻ കേട്ടാലും ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ഫീൽ ആയിരിക്കും ഇതിങ്ങനെ എപ്പോഴും കേട്ടാലും എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ മ്യൂസിക് കേട്ടിട്ട്? യൂഷ്വലി എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ അല്ലേ എടുക്കാറ്. ബട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ ബർത്ത്ഡേ സമയത്താണ് ഞാൻ റെസൊല്യൂഷൻസ് എടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആർക്കും പറയാറില്ല. എന്നാലും ഞാൻ ഈ വട്ടം ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, എൻ്റെ ദേഷ്യം കുറയ്ക്കുമെന്ന്. പുറമേ നോക്കുമ്പം ഞാൻ ദേഷ്യപ്പെടുന്നതായിട്ടൊന്നും ആരും കാണാറില്ല. ബട്ട് ഭയങ്കര ദേഷ്യം വരും. പൊതുവെ നമ്മളെല്ലാം ദേഷ്യപ്പെടുന്ന ആരുടെ അടുത്തായിരിക്കും? നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ 2 പേരുടെ അടുത്താണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും എൻ്റെ മമ്മിയുടെ അടുത്തും. ഇവർ 2 പേരുടെ അടുത്താണ് എനിക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഞാൻ തീർക്കുന്നത്. അപ്പൊ ഇതൊക്കെയല്ലേ ഒരു സ്പെഷ്യൽ ഡേക്ക് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം മറ്റുള്ളവർക്കും ചിലപ്പം ഒരുപാട് സന്തോഷം തരാം. അപ്പൊ ഇതാണ് ഞാൻ ഈ എൻ്റെ 2 സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്കും കൊടുക്കുന്ന റിട്ടേൺ ഗിഫ്റ്റ്. പിന്നെ നിങ്ങൾ ചോദിക്കും ഗിഫ്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഗിഫ്റ്റ് ഒക്കെ കിട്ടി ബോധിച്ചു. എപ്പോഴേ കിട്ടി ബോധിച്ചു. അതിലാണ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ലഞ്ച് ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കുന്നേ? ലഞ്ച് എന്താ ഉണ്ടാക്കുന്നേ? ഫുഡ് എങ്ങനെയുണ്ട്? എന്താ കഴിക്കുന്നേ? എന്താന്നറിയത്തില്ല കഴിക്കുന്നേ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്കുള്ള ഗസ്റ്റുകൾ വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ലല്ലോ. പാപ്പി ടാറ്റാ. പാപ്പി ടാറ്റാ. ഉമ്മ ലഞ്ച് കഴിക്കുവാണ്. എല്ലാവരും ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ഉണ്ട്, അമ്മും ഉണ്ട്. എൻ്റെ കസിൻസ് വന്നായിരുന്നു. അപ്പം അവരെ കൊണ്ടാക്കാൻ പോയേക്കുവാ. അപ്പം ഇനി അമ്മു ഞാനേ ഉള്ളൂ. എനിക്ക് തന്നിട്ട് വിശക്കുന്നുണ്ടല്ലോ. ഞാൻ കഴിക്കാൻ തുടങ്ങി. എന്താന്ന് കാണിച്ചോട്ടെ. അഫ്ഗാനി ചിക്കൻ, ഒരു തട്ടിക്കൂട്ട് അഫ്ഗാനി ചിക്കൻ ഗീ റൈസ് ഉണ്ടാക്കി. പെട്ടെന്ന് ഒരു 1 hourൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. തട്ടിക്കൂട്ടാണെന്ന് വെച്ചാലും പെട്ടെന്ന് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ നല്ലതാണ്. റെസിപ്പി ഞാൻ തരുന്നുണ്ടെന്ന് എനിക്ക് കേട്ടോ. ഇനി ഞാൻ കഴിക്കട്ടെ. ഇതാണ് പാപ്പി. എന്തോ അമ്മ
അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ക്ഷീണത്തിന് പോയി കിടന്നുറങ്ങി. പിന്നെ എണീറ്റു. പിന്നെ ഒരിക്കലും ഇല്ലാത്ത പോലെ കുറച്ച് കപ്പ, മീൻ കറി ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോഴേ കറക്റ്റ് കറണ്ട് പോയി കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ കണ്ട ബ്ലാക്ക്. എത്ര മീൻ കഴിക്കാത്ത ഇത് പാത്രം നിറച്ച് ഫിഷാണല്ലോ. ഷോ ആണോ? ആർക്ക്? കപ്പയുണ്ട്, മീൻകറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ചോറുണ്ട്. കഴിക്കാൻ വരുന്നുണ്ടോ? ഇന്ന് പുറത്തു പോയി നൈറ്റ് ഡിന്നർ കഴിക്കാനൊക്കെ ആയിരുന്നു പ്ലാനും. പിന്നെ ഈവനിങ് ആയപ്പോൾ നല്ല മഴയായി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തു. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഫുള്ള് വീട്ടിലാണ്, ഫുഡടി മാത്രം. ലിയാം ഇങ്ങനെ കരയുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾക്കൊരു പുത്തരിയല്ല. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒരു വീഡിയോ എൻഡ് ചെയ്യാതെ വീഡിയോയിലിടും. ഒരു അപ്പനും പോലും വൻ അലമ്പാണ് കേട്ടോ. ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇതിപ്പോ ബർത്ത്ഡേ വ്ലോഗായിട്ട് അവസാനം എൻഡ് ആവുന്നത് ഒരു വാട്ട ഈറ്റിന്റെ ഡേ പോലെ ആയിട്ടുണ്ട്. എന്നാലും ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളു കേട്ടോ. ഒരു ബർത്ത്ഡേ വ്ലോഗായിട്ട് എടുത്തിട്ട് അവസാനം വാട്ട ഈറ്റിന്റെ ഡേ പോലെ ആയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ.